പ്രതീക്ഷ മുമ്പോട്ട് കടന്നുവന്ന് ദൈവം നമ്മോട് തനിക്ക് കൊടുത്ത ആ പ്രാപ്തി അനുസരിച്ച് കൃപയനുസരിച്ച് നമ്മളോട് സംസാരിക്കും. മുമ്പോട്ട് ശരി. ദൈവത്തിൻ്റെ അനുസരിച്ച് പെരുമാറാകട്ടെ. പരിചരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദേവദാസന്മാർ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തു സ്നേഹമെന്ന് അറിയിച്ചു. നമുക്ക് ഒരു വചനം വായിക്കാം. ഒരാൾ സംഖ്യാപുസ്തകം 27:7, ഒരാൾ ലൂക്കോസിൻ്റെ 23:43. സംഖ്യാപുസ്തകം 27:7. മോശയോട് അരുളി ചെയ്തത്, യഹോവ മോശയോട് അരുളി ചെയ്തത് ആണ്. സെലോഫഹാമിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്ത് കർത്താവേ, വചനത്തിലൂടെ നീ അവിടെ സംസാരിക്കുമാറാകണമേ. ഇവിടെ വന്ന് കടന്ന കർത്താവെ അവസരത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുവാൻ, വചനത്തെ മനസ്സിലാക്കി കർത്താവെ നാളുള്ള സമയങ്ങളിൽ കർത്താവെ സന്തോഷവും സമാധാനം ദൈവം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി എന്നെ ഉപകരണമായി ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദിവ്യ അധികാരത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തുവിന്റെ ദിവ്യ അധികാരം എത്ര പേർക്കറിയാം? ക്രിസ്തുവിന് നമുക്ക് എത്ര അധികാരമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എനിക്ക് തോന്നുന്നു കേവലം നമ്മൾ പാടുന്ന പാട്ടുകളായാലും നമുക്ക് അറിയാവുന്നതായാലും ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ കേൾവിയുള്ളത്. അതേപോലെ പാടുന്ന പാട്ടുകളും അതേപോലെ നമുക്ക് വേണ്ടി മരിച്ച് ക്രൂശിക്കേറി മൂന്നാം ഉയർത്തെഴുന്നേറ്റ് എന്നതിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ അറിയുന്നത്. എന്നാൽ ക്രിസ്തുവിനൊരു ദിവ്യ അധികാരമുണ്ട്. നമുക്കറിയാം ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഭൂമി സഹിതം സകല പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളായാലും ഗാലക്സികളായാലും നിലനിൽക്കുന്നത്. ഇപ്പം സയൻസിൽ പറയും ഗുരുത്വാകർഷണം എന്നൊക്കെ പറയുന്നതിലും അത് ദൈവത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് യോശുവയുടെ കാലത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് നിയമമുണ്ട്. അന്നത്തെ കാലങ്ങളിൽ 6 മണി എനിക്ക് ഇരുട്ടിക്കഴിഞ്ഞ് യുദ്ധം ചെയ്യാൻ പാടില്ല. പക്ഷെ ആ സമയങ്ങളിൽ യോശുവ ദൈവത്തോട് പ്രാർത്ഥിച്ചു, സൂര്യനും ചന്ദ്രനും അവിടെ നിൽക്കാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം ഭൂമിയുടെ കറക്കം അവിടെ ദൈവം പിടിച്ചു നിർത്തി. അപ്പം ദൈവത്തിന്റെ ഒരു നിയമത്തിലാണ് സകലതും ഓടുന്നത്. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഓരോ മനുഷ്യരാണെങ്കിലും അത് ജാതികൾ തന്നെ അല്ലെങ്കിൽ ദൈവമക്കൾ തന്നെ എല്ലാവർക്കും ഒരേപോലെ മഴ ലഭിക്കുന്നു, ഒരേപോലെ കാറ്റ് ലഭിക്കുന്നു, ഒരേപോലെ നമ്മുടെ ചൂട് ലഭിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ നിയമത്തിന്റെ അധീനത്തിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ആ ദൈവത്തിന്റെ നിയമത്തിൽ നമ്മൾ ഉൾച്ചേരുമ്പോൾ നമുക്ക് വേണ്ടി ചില നിയമങ്ങളെ ദൈവം മാറ്റാൻ ശക്തനായ ദൈവമാണ്. അതെത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായവർക്ക് വേണ്ടി മാത്രമേ ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. ഇത്ര അധികാരമാണ് നമ്മുടെ ദൈവത്തിനുള്ളത്, അല്ലെ? അപ്പൊ ആ അധികാരമുള്ള ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിശാചിന്റെ പ്രവൃത്തികളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട് പിശാച് തലയെ ദൈവം തകർത്തു എന്നുള്ള ചെറിയ ഓരോ സംഭവങ്ങൾ കേട്ട് നമ്മൾ വളരെ ചിലപ്പോൾ ആ സമയങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ആത്മീയതയിലാകാനായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, പിശാച് തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമുക്കെതിരെ വരുന്നത്. അപ്പം നമ്മൾ ഈ മറ്റുള്ള പാഠപുസ്തകത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ടെലിവിഷനിൽ കാണുന്ന സിനിമകളിലായാലും നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ കൊമ്പുള്ളതും മൃഗീയ അല്ലെങ്കിൽ കാണാൻ ഭയമുള്ള രൂപങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. അങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്നില്ല നമ്മുടെ ദൈവമക്കളായതുകൊണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്നത് അവർ തന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കും വരുന്നത്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരായി സുഹൃത്തുക്കളായിരിക്കും, നാളെ അവരിൽ ഒരാളെ നിന്റെ ശത്രുവായി ലഭിക്കും. അത് പിശാചിന്റെ തന്ത്രമാണ്. അവൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തു ഈ തന്ത്രങ്ങളെ എങ്ങനെയാണ് ഇതിനെ ദൈവം എതിരേറ്റതെന്നുള്ളത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. വചനമായിട്ട് ഇരുന്ന യേശുക്രിസ്തു വചനം ജഡമായി നമ്മുടെ മുന്നിൽ വന്നപ്പോൾ പിശാച് വചനം കൊണ്ടാണ് ക്രിസ്തുവിനെ എതിരെ യുദ്ധം കൂടിയത്. അത് നമുക്കറിയാം.
മരുഭൂമിയിൽ വെച്ച് ക്രിസ്തുവിനോട് വന്ന് 3 വട്ടമാണ് യേശു ക്രിസ്തു സംസാരിച്ചത്. യേശു ക്രിസ്തുവിനോട് പിശാച് സംസാരിച്ചത്, അതും വചനത്തിൽ കൂടാണ് സംസാരിച്ചത്. ഈ ക്രിസ്തുവും മറുപടി പറഞ്ഞത് വചനത്തിൽ കൂടെ തന്നെയായിരുന്നു. കാരണം അവിടെ അവൻ തന്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിലും അവൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചു വരുമ്പോൾ നമ്മൾ ഇതിനെ എതിരിടണമെങ്കിൽ വചനം എന്ന വാളിനെ ധരിക്കുകയും എന്നർത്ഥം പറഞ്ഞ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ക്രിസ്തുവിനെ ധരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദിവ്യ അധികാരം നമ്മുടെ ഉള്ളിലേക്ക് ആകുകയുള്ളൂ. ദിവ്യ അധികാരം ഉണ്ടെങ്കിൽ അത് ഒത്തിരി നമ്മുടെ ഇഷ്ടത്തിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഇടതോടോ വലതോടോ ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. ആ കീഴിൽ ഇരുന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വായിച്ച സംഖ്യാപുസ്തകത്തിന്റെ കാര്യം 27 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു. 5 സഹോദരിമാരുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 5 സഹോദരിമാര് ഇസ്രായേലിന്റെ നിയമപ്രകാരം ഈ സ്ത്രീകൾക്ക് അവിടെ അവകാശമില്ല. ഇന്നിപ്പോ അമേരിക്കയിൽ പുതിയ നിയമം പാസ്സാക്കിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താവിന്റെ ഒരു സ്വത്തിലും അവകാശമില്ല എന്നുള്ളതാണ്. കാരണം ബൈബിളിലെ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് അമേരിക്ക ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലിലെ അങ്ങനൊരു നിയമമുണ്ട്, സ്ത്രീകൾക്ക് അവർക്ക് അവകാശമില്ല. അപ്പൊ സ്ത്രീകൾ ഈ 4 സഹോദരിമാർ ചെറുപ്പക്കാരി 4 കന്യകമാർ വന്നിട്ട് മോശയെടുത്ത് പറയുകയാണ്, ഞങ്ങളുടെ അവകാശം നിങ്ങൾക്ക് വേണം. കോരകന്മാരുടെ കൂടെയല്ല എൻ്റെ അപ്പൻ ആ മാതാപിതാക്കൾ പെട്ടുപോയത്, അവർ സ്വന്തം പാവം എത്ര അവർ പെട്ടുപോയതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ കഴിയും. മോശയാകെ ചിലപ്പോൾ ഭാരപ്പെട്ട് കാണും. കാരണം ഇങ്ങനൊരു നിയമം അവരുടെ ഇടയിൽ ഇല്ല. പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അവർക്ക് ഈ ഒരു അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞൊരു നിയമം അവിടെ ഇല്ല. പക്ഷെ മോശ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ആ വിഷയത്തെ വെച്ചപ്പോൾ ആ നിയമത്തെ ദൈവം ചേഞ്ച് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ എന്തെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ കാര്യം പറയട്ടെ, വിശ്വാസത്തോടെ നീതിയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ആ നിയമത്തിന് അടിസ്ഥാനപ്പെട്ട് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തെയും നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം ആ നിയമത്തെ ചേഞ്ച് ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ആ നിയമത്തെ നിങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റാൻ ശക്തനായ ദൈവമാണ്. അതാണ് അവിടെ നമ്മൾ കണ്ടത്. മോശ ആ ദൈവസന്നിധിയിൽ വെച്ചപ്പോൾ യഹോവ നിയമത്തെ ചേഞ്ച് ചെയ്തു, യഹോവ നിയമത്തെ മാറ്റി. നേരത്തെ കേട്ടതുപോലെ യോശുവയ്ക്ക് വേണ്ടി ദൈവം പ്രപഞ്ചത്തിന്റെ നിയമത്തെ പോലും മാറ്റി. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം മാറ്റാതിരിക്കുമോ? നമ്മൾ പല സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. മഴയെ നിർത്തിയ അല്ലെങ്കിൽ മഴയെ ഈ ഇന്നത്തെ ജനറേഷൻ തന്നെ പ്രാർത്ഥിച്ചു മഴ പെയ്യിപ്പിച്ചവരും പ്രാർത്ഥിച്ചു മഴയെ നിർത്തിയതും നമുക്ക് സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഏലിയാവിന്റെ കാലത്ത് മഴ എന്ന് പറയുന്നത് ആകാശത്തെ ദൈവം അടച്ചു കളഞ്ഞു. അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. നമ്മൾ ദൈവത്തിന്റെ നീതിക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായത്തിനും അല്ലെങ്കിൽ നിയമത്തിനും നമ്മൾ അടിസ്ഥാനപ്പെട്ട് അതിന് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിലും പ്രപഞ്ചത്തെ നിയമത്തെ പോലും ദൈവം മാറ്റാൻ അധികാരമുള്ളവരാണ്. ആ ദൈവത്തെയാണ് നമ്മൾ പകൽ ഇന്ന് രാത്രികാലം വിളിക്കുന്നത്. ആ ഒരു ഓർമ്മ നമുക്ക് വേണം. നമ്മൾ ആ ക്രിസ്തുവിനെ നമ്മൾ എന്നാ കണ്ടത്? നമ്മൾ ആ ഒരു ചെറുപ്പക്കാരനായിട്ട് വന്നിട്ട് നമുക്ക് വേണ്ടി മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, തുപ്പുകൊണ്ട് അടികൊണ്ട് അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ദയ ക്രിസ്തു അങ്ങനെയൊന്നും കാണാൻ നമ്മൾ കാണരുത്. നമ്മുടെ ക്രിസ്തുവിന്റെ മാറഞ്ചാരിയിരുന്ന യോഹന്നാൻ പോലും ക്രിസ്തുവിന്റെ 2ാം വരവിൽ മയങ്ങി വീഴുന്ന പോലെ ആയെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും അഗ്നിജാല കണ്ണുള്ള ആ ക്രിസ്തുവിനെ, രാജമുടി അണിഞ്ഞിരിക്കുന്ന ആ ക്രിസ്തുവിനെ, രാജാവായിട്ട് വരുന്ന ആ ക്രിസ്തുവിനെയാണ് നമ്മൾ അറിയാൻ വേണ്ടി. ക്രിസ്തു വരുന്നത് ഈ ഭൂമിയിൽ പാപികളെ തീയിലിടാൻ വേണ്ടി മാത്രമാണ് ഈ ക്രിസ്തു വരുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു 2ാം ചാൻസ് നമ്മൾ കാണത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ വീണ്ടും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ചെയ്യാനല്ല, നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ കേൾക്കുന്ന ഓരോ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് പതിഞ്ഞിരിക്കണം. കാരണം നാളെയുള്ള ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ പോകേണ്ടതല്ല. നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ ഒരു മാറ്റം വേണം. നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ അനേകമാണ്, വിഷയങ്ങളും അനേകമാണ്. പക്ഷെ അവിടെ ഒന്നൊരു മാറ്റം സംഭവിക്കുന്നില്ല. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, രാത്രി സന്ധ്യയാകുന്നു, നമ്മളിങ്ങനെ പോകുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങൾ അങ്ങനെ തന്നെ പോവുകയാണ്, യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇന്ന് ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു മാറ്റം അത്യാവശ്യമാണ്. ദൈവം വിചാരിച്ചാൽ നിങ്ങളെ ഏത് അവസ്ഥയിലും ദൈവത്തിന് മാറ്റാൻ കഴിയും. ആ വിശ്വാസത്തോടെ ഇന്ന് നിങ്ങൾ പോവുകയാണ്, നമുക്ക് അത് അനുഭവിക്കാൻ നമുക്ക് കഴിയും. അതേപോലെ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 26:53 എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വായിക്കാമോ? മത്തായി 26:53. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം
ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? ഇവിടെ എന്ന് പറയുന്നത് ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ വലിയൊരു അധികാരത്തെയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ശിഷ്യന്മാർക്ക് പോലും ചിലപ്പോൾ അത് എത്രത്തോളം മനസ്സിലായാലും ചിലപ്പോൾ അത് അതിശയിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു അധികാരമാണ്. റോമൻ സൈന്യത്തിൽ ഒരു സൈന്യം എന്ന് പറയുന്നത് 6000 പേര് വരും. ആ 6000 പേരാണ് റോമൻ സൈന്യത്തിലുള്ളത്. യേശുക്രിസ്തു പറയുന്നത് 72,000 ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ ഒരു വാക്ക് കേട്ട് എന്ത് പറയാനും അനുസരിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആലോചിച്ചു, ഒരു ദൂതൻ ഇറങ്ങിയ പഴയ നിയമത്തിൽ നമുക്കറിയാം എത്ര പേര് മരിച്ചു വീഴുന്നുള്ളത്. അപ്പൊ 72,000 ദൂതന്മാർ. ഈ ദൂതന്മാരുടെ തന്നെ ഒരു ചരിത്രം നമുക്ക് പഠിക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. അപ്പൊ അവരുടെ ശക്തികളെ കുറിച്ചും അവരുടെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും അവർ വീണുപോയ ദൂതന്മാരുണ്ട്, അല്ലാത്ത ദൂതന്മാരുണ്ട്. അവരുടെ ശക്തികളെ കുറിച്ച് അവിടെ ദൈവം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ദൂതന്മാർ 72,000 പേര് ക്രിസ്തുവിന്റെ ഒരു വാക്ക് കേട്ട് മനുഷ്യനെതിരെ, എന്താ ആ സമയം നമുക്കറിയാം ഗെത്സമനെ തോട്ടത്തിൽ ക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി ശത്രു വരുന്ന സംഭവമാണ്. ആ സംഭവം ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ ആ സംഭവം നടക്കത്തില്ല. പക്ഷെ ദൈവത്തിന് വേണ്ടി കീഴ്പ്പെട്ട് ക്രിസ്തു അവിടെ ഇരുന്നു. അത് വലിയൊരു പോയിന്റ് ആകട്ടോ. ആ ഒരു അധികാരം അവിടെ ഉപയോഗിച്ചില്ല. ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാതിരുന്നത്? നമ്മൾ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ദിവ്യ അധികാരം ഉപയോഗിച്ചാൽ 72,000 സൈന്യം ഭൂമിയിൽ ഇറങ്ങും. ആ 72,000 സൈന്യം ഭൂമിയിൽ ഇറങ്ങിച്ചാൽ ഭൂമി തന്നെ ഇല്ലാതായി പോകും. അപ്പൊ അത്രയും ശക്തരായ ദൂതന്മാർ ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് നിൽക്കുകയാണ്. അപ്പൊ അത്രയും അധികാരമുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ച ലൂക്കോസിന്റെ 23-43 വാക്യം, ഇന്ന് നീ എന്റെ കൂടെ പർദീസിൽ ഇരിക്കുമെന്നുള്ള കാര്യം അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇന്ന് നീ എന്റെ കൂടെ പർദീസിൽ ഇരിക്കും. എന്ത് ഇതിലാണ് ക്രിസ്തു ഇവിടെ പറയാം? ആ അധികാരം നോക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ അധികാരം. 2 കള്ളന്മാരെയാണ് ഇടതും വലതുമായിട്ട് ക്രൂശിച്ചിരിക്കുന്നത്. ഒരു കള്ളൻ വളരെയധികം ദീർഘമായ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ മറ്റേ കള്ളൻ പറയുന്നത്, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. നോക്കിക്കണേ, ഇന്ന് നീ എന്റെ കൂടെ പർദീസിലിരിക്കും. സ്നാനപ്പെടേണ്ട, പരിശുദ്ധാത്മാ അഭിഷേകം വേണ്ട, ഒന്നും വേണ്ട. കള്ളൻ ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ചരിത്രത്തെ ദൈവം മാറ്റി. നിയമത്തിന്റെ മുകളിലാണ് നിയമത്തിന്റെ വ്യക്താവ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് വേണ്ടി ഇന്നും ദൈവം മാറ്റാൻ, ഓരോ കാര്യങ്ങൾ മാറ്റാൻ ശക്തനായ ദൈവമാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ കള്ളന് വേണ്ടി ദൈവം ഓരോ നിയമത്തെ പോലും ന്യായപ്രമാണം പോലും മാറ്റി എഴുതി. നമുക്കറിയാം, കുളത്തുറയിൽ കിടക്കുന്ന ആ ഒരു പാപിയായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന സമയത്ത് പലയിടങ്ങളിലും യേശുക്രിസ്തു ചെന്ന് ഓരോ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുമ്പോഴും നിയമത്തെ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അത് പരീക്ഷന്മാർ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ആ ശതാബ്ദം എന്ന് പറഞ്ഞ വ്യക്തി, ആ റോമക്കാരുടെ വ്യക്തി, എല്ലാവരെയും ക്രൂശിക്കുന്ന ഒരു വ്യക്തിയാണ്. 3 ദിവസം 4 ദിവസം പിടിക്കും ആ ക്രൂശിക്കുന്ന ഒരു വ്യക്തി മരിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ എല്ലുകൾ ഓടിച്ചാണ് അല്ലെങ്കിൽ അടിച്ചാണ് കൊല്ലുന്നത് അവരെ. അപ്പം അദ്ദേഹം പോലും ഈ സമയത്ത് ക്രിസ്തുവിന്റെ മരണം കണ്ട് അദ്ദേഹത്തിന് ക്രിസ്തു ആരാന്ന് മനസ്സിലാക്കി. അങ്ങനെ എഴുതിയിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ വായിച്ചൊന്നും അറിയാം, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന് ശതാബ്ദം പോലും പറഞ്ഞു. കാരണം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആ ഒരു കാര്യം പറയട്ടെ, ക്രിസ്തുവിനെ നിങ്ങൾ കാണേണ്ടതുപോലും മനസ്സിലാക്കേണ്ടതുപോലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണോ, അനേക വിഷയങ്ങൾ ഇവിടെ ദേവദാസൻ നിങ്ങളോട് പറയുകയുണ്ടായി, പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നും ഈ വിഷയങ്ങൾ ജീവിതാവസാനം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയോ? പുതിയ വിഷയങ്ങൾ അനേകം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പഴയ വിഷയങ്ങൾക്ക് എക്സ്പയർ ആവേണ്ട ടൈം കഴിഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളോട് എക്സ്പയർ ആകുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് മറുപടി നമുക്ക് അത്യാവശ്യമില്ല. ആ മറുപടിക്ക് നിങ്ങൾ ക്രിസ്തുവിനെ കാണേണ്ട പോലെ കാണുകയാണെങ്കിൽ ഇന്ന് നീ എന്നോട് പരദേശിരിക്കൂ എന്ന് പറഞ്ഞ് വലിയൊരു ന്യായപ്രമാണത്തെ, നിയമത്തെ മാറ്റിയെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം മാറ്റാൻ ശക്തനാണ്. ഈ വചനങ്ങൾ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒതുക്കിട്ടുന്ന പ്രിയ ചില ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരും ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കുന്ന ഒരു സന്ദേശം കർത്താവിൻ്റെ ദാസനത്തോട് കർത്താവ് നൽകി കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിൻ്റെ നിയോഗങ്ങളാണ്. ഇങ്ങനെ വേദികളിൽ നിൽക്കുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കൈമാറുവാനൊക്കെ കൊടുത്ത വലിയ ഭാഗ്യത്തിൽ കൊടുക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബമാണ്. സ്വന്തത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവപ്രവൃത്തി പിന്നെയും വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് അങ്ങനെ 10 മിനിറ്റ് കൂടെ ദൈവപാദത്തിലിരുന്ന്
ഒരു വാക്യം കൂടെ വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ആധാരമായി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-ാം യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ആമേൻ. ആരും പ്രതികരിച്ചില്ല. ഹല്ലേലൂയ. താൻ ക്രൂശിൽ കിടക്കുമ്പോൾ ആമേൻ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന വേദനകൾ, ആമേൻ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ആമേൻ ആ നേരത്തെല്ലാം ജനം നോക്കി ഇങ്ങനെ എന്ത് ചെയ്യാൻ നോക്കി നിൽക്കുകയും പക്ഷെ ഒരു മനുഷ്യൻ പോലും ചെയ്യുന്നു. എന്താ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ യേശു. ആമേൻ. അല്ല, പാപികളിൽ ഒന്നാമനായ പൗലോസിനെ പോലെ ഒരു വ്യക്തിയായിരുന്നു യേശു. ഹല്ലേലൂയ. ആമേൻ. പാപമില്ലാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ, ആമേൻ. ഹല്ലേലൂയ. സ്വർഗങ്ങളിൽ വസിച്ചവൻ, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവൻ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഉണ്ടാകുന്നതിന് മുൻപേ ആമേൻ ഹല്ലേലൂയ തമ്പുരാന്റെ പിതാവായ ദൈവത്തോട് ചേർന്നിരുന്നവൻ. ഹല്ലേലൂയ. അവന്റെ മരണത്തിങ്കൽ ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് അവന്റെ അവസാനത്തെ ശ്വാസം വിടുന്ന സമയത്തും ഒരു മനുഷ്യൻ പോലും പ്രതികരിക്കുന്നില്ല. അവനോട് കൂടെ നടന്നവരുണ്ട്, അവനോട് കൂടെ അപ്പം നുറുക്കി കഴിച്ചവരുണ്ട്. ഹല്ലേലൂയ. അവന്റെ കൈയാൽ സൗഖ്യം കിട്ടിയവരുണ്ട്. ഹല്ലേലൂയ. അവന്റെ വാക്കുകളാൽ വിടുതൽ പ്രാപിച്ചവരുണ്ട്, നന്മകൾ കിട്ടിയവരുണ്ട്. അനേക ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ നിമിഷം എല്ലാവരും നോക്കി ക്രൂശിലേക്ക് നിന്നുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും പ്രതികരിച്ചില്ല എന്ന് നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കണം. അടുത്ത വാക്യം വായിച്ചു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ആമേൻ പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. പ്രാണനെ വിട്ടു. ആമേൻ. പിതാവായ ദൈവം കൊടുത്ത പ്രാണനെ യേശു തമ്പുരാൻ ആമേൻ തന്റെ ശരീരത്തിൽ നിന്നും ആമേൻ വിട്ടപ്പോ പ്രാണനെ വിട്ടു. അപ്പോ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഒരു തടസ്സമായി നിന്നതിനെ സ്വർഗം ആമേൻ രണ്ടാക്കി മാറ്റി. ആമേൻ നിന്നെ വിധിച്ചുകൊണ്ടിരുന്നതിനെ, നിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്നതിനെ, ആമേൻ നിന്നെ മുൻപോട്ട് കയറ്റിവിടാതെ വണ്ണം നിന്നെ തടഞ്ഞു നിർത്തിയതിനെ തമ്പുരാൻ ആമേൻ അതിനെ രണ്ടായി വിഭാഗിച്ചു മാറ്റി. ആമേൻ അവിടെ ഒരു സ്വാതന്ത്ര്യ വഴി നിനക്ക് ഒരുക്കി തന്നു. ആമേൻ. അടുത്തത് ആമേൻ മനുഷ്യൻ പ്രതികരിക്കാതെ നിൽക്കുമ്പോ, മനുഷ്യൻ കണ്ടില്ല എന്ന് നോക്കി നിൽക്കുമ്പോ, മനുഷ്യൻ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ, മനുഷ്യൻ കണ്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോ, മനുഷ്യൻ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അവൻ തമ്പുരാൻ സൃഷ്ടിച്ച പ്രകൃതി ഹല്ലേലൂയ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞോണം അവൻ നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. അവൻ ഹല്ലേലൂയ നീ ആരുടെ മുൻപിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന്, അവൻ നീ ആരുടെ മുൻപിലാണ് മുട്ടുമടക്കിയിരിക്കുന്നതെന്ന്, അവൻ ഹല്ലേലൂയ അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നീ പ്രതികരിക്കാൻ തുടങ്ങും.
ആ കാലഘട്ടത്തിന്റെ മനുഷ്യൻ ഇവൻ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാതെ അവർ അവന്റെ ശ്വാസം വിടുമ്പോൾ നോക്കി നിന്ന് കുറ്റം പറയുന്നത്. ഹല്ലേലൂയ. എങ്കിൽ അവൻ സൃഷ്ടിച്ചവനായ ഉടയ തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കാനുള്ള പ്രകൃതി അവൻ നിന്റെ മുൻപിലേക്ക് വരികയാണ്. അവൻ ഇവിടെ വായിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുകയാണ്, ഭൂമി എന്ത് ചെയ്തു? യേശുവിന്റെ മരണത്തിൽ അവൻ ഭൂമി പ്രതികരിക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസ് പ്രതികരിക്കുന്നില്ല, യാക്കോബ് പ്രതികരിക്കുന്നില്ല, അവൻ സഹോദരിമാർ പ്രതികരിക്കുന്നില്ല, നന്മ കെട്ടിയവർ പ്രതികരിക്കുന്നില്ല, അപ്പം തിന്നവർ പ്രതികരിക്കുന്നില്ല, അവൻ ഹല്ലേലൂയ ദീനം മാറിയവർ പ്രതികരിക്കുന്നില്ല. ഹല്ലേലൂയ. സകലരും പ്രതികരിക്കാതെ ദൂരെ മാറി നോക്കി നിൽക്കുമ്പോൾ അവൻ ഇതാ അവൻ പ്രകൃതി അവൻ ഭൂമി അവൻ ഇത് കണ്ടിട്ട് അവൻ പ്രതികരിക്കുകയാണ്. ഇവൻ ആരാണെന്ന് ഭൂമി ചൂണ്ടിക്കാണിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജന്മം നമുക്ക് നമ്മെ സൃഷ്ടിച്ച അവൻ തമ്പുരാൻ അവൻ ഹല്ലേലൂയ മരണത്തിലേക്ക് അവൻ ഹല്ലേലൂയ പോകുമ്പോൾ സൃഷ്ടികളായ മനുഷ്യൻ തന്റെ കൈയാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നോക്കി നിന്ന് പരിഹസിക്കുമ്പോൾ അവൻ ഇവിടെ വായിക്കുകയാണ്. അവൻ ഹല്ലേലൂയ മനുഷ്യൻ പിന്മാറി നിൽക്കുമ്പോൾ അവൻ സൃഷ്ടി അവൻ ഇവിടെ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. അവൻ സൃഷ്ടി അവൻ ഭൂമി എന്ന് പറയുന്ന തമ്പുരാൻ സൃഷ്ടിച്ച സൃഷ്ടി ഇതാ ആടി മുതൽ കുലുങ്ങാൻ തുടങ്ങുകയാണ്. അടുത്തത് ഓ ജീസസ്. ഹല്ലേലൂയ. അടുത്തത് തമ്പുരാന്റെ പ്രാണൻ വിടുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. ഭാരക്കൂട്ടങ്ങൾ ഹല്ലേലൂയ ഭാരക്കൂട്ടങ്ങൾ ഒരിക്കലും എന്നെ അവൻ തകർക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനും കഴിയത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ ഭയങ്കരമായിരിക്കുന്ന ഘോരമായിരിക്കുന്ന ഭാരക്കൂട്ടങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ആരും പൊട്ടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആരും കീഴിക്കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. തമ്പുരാന്റെ മരണത്തിൽ ഹല്ലേലൂയ പാറകൾ പ്രതികരിക്കുകയാണ്. പാറകൾ രണ്ടായി പിളർന്നു മാറുകയാണ്. അവൻ പാറകൾ പറയുകയാണ്, ഇവൻ ആരെന്നറിയാമോ? ഇവനാണ് ഉടയവൻ, ഇവനാണ് സൃഷ്ടാവ്, ഇവനാണ് ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ ഭൂമിക്ക് അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാറകൾ പ്രതികരിക്കാൻ തുടങ്ങി. അടുത്തത് ജീസസ്. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ പ്രതികരണം കണ്ടോ? കല്ലറകൾ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ജീവനുള്ള മനുഷ്യൻ നോക്കി നിന്ന് കുറ്റം പറയുമ്പോ ജീവനുള്ള മനുഷ്യൻ നോക്കി നിന്ന് അവൻ ഹല്ലേലൂയ അവൻ ഏലിയാവാണെങ്കിൽ അവൻ ഹല്ലേലൂയ അവൻ ഏലിയാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ ഏലിയ ഇറങ്ങി വരട്ടെ, ദൈവം ഇറങ്ങി വരട്ടെ, അവനെ വിടുവിക്കട്ടെ, അവനെ പുറത്തു കൊണ്ടുവരട്ടെ, അവനെ ക്രൂശിൽ നിറക്കട്ടെ എന്ന് മനുഷ്യൻ നിന്ന് അവൻ കുറ്റം പറയുമ്പോൾ അവൻ ജീവനുള്ള മനുഷ്യൻ നിന്ന് കുറ്റം പറയുമ്പോൾ ഇവിടെ വായിക്കുകയാണ്, ജീവനില്ലാത്ത നിർജീവമായി പോയ അവൻ അടക്കപ്പെട്ട കല്ലറകൾ പ്രതികരിക്കുകയാണ്. മനസ്സിലാകുമോ? ഈശ്വരാണോ? ഹല്ലേലൂയ. അവൻ അടക്കപ്പെട്ട് അടച്ചു കിടക്കുന്ന കല്ലറകൾ പറയുന്നു, അവൻ അയ്യോ ഇവൻ ആരാണ്? ഇവൻ പുനരുത്ഥാനത്തിന്റെ ദൈവമാണ്. അവൻ ഇവന്റെ ഒരു ശബ്ദത്താൽ സകല ജനവും പുനരുത്ഥാനം പ്രാപിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കല്ലറകൾ പ്രതികരിക്കുകയാണ്. അവിടെ വായിക്കുന്നു, കല്ലറകൾ പ്രതികരിച്ചു. എന്തിനെ പ്രതികരിച്ചു? കല്ലറകൾ യേശുവിന്റെ മരണത്തിൽ കല്ലറകൾ തുറക്കുകയാണ്.
ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ഭൂമിയിൽ വിശുദ്ധരായി ജീവിച്ച മരിച്ചടക്കപ്പെട്ട കല്ലറകൾ പ്രതികരിച്ചു തുടങ്ങി. കല്ലറകൾ തുറന്നു, കല്ലറകൾ തുറന്നു. വിശുദ്ധന്മാർ കല്ലറയിൽ അകപ്പെട്ട് കിടന്ന ആമേൻ ഹല്ലേലൂയ. കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ ആമേൻ കർത്താവിന്റെ വിളിയിൽ ആമേൻ കല്ലറകളെ തുറന്ന് ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടേണ്ട ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തന്മാർ കർത്താവിന്റെ മരണത്തിന്റെ കല്ലറകൾ പ്രതികരിച്ചു, കല്ലറകൾ തുറന്നു, വിശുദ്ധന്മാർ പുറത്തു വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തത് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും ഹല്ലേലൂയ. അവന്റെ പുനരുത്ഥാനത്തിൽ ശേഷം കല്ലറകളെ വിട്ടു അവൻ വിശുദ്ധ നഗരത്തിൽ ചെന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവൻ യേശുവിന്റെ മരണത്തിൽ അവൻ മനുഷ്യൻ പ്രതികരിക്കാൻ നിന്നപ്പോൾ ഭൂമി പ്രതികരിച്ചു. അവൻ ഹല്ലേലൂയ പാറകൾ പ്രതികരിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ കല്ലറകൾ പ്രതികരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. അവൻ മനുഷ്യൻ ഹല്ലേലൂയ നിർജീവമായി നോക്കി നിൽക്കുമ്പോൾ അവൻ പ്രതികരിക്കുകയാണ്. സംസാരിക്കാൻ കഴിവില്ലാത്ത അവൻ പ്രതികരിക്കാൻ കഴിവില്ലാത്ത പാറക്കൂട്ടങ്ങളും കല്ലറകളും ഭൂമിയും അവൻ പ്രതികരിച്ച് അവൻ ദൈവത്തെ ആരെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ